Hi, my name is Megha and welcome back to my cozy little corner. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സിറമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സിറം മഡഗാസ്കർ സെൻട്രല എന്ന് പറഞ്ഞൊരു സിറമാണ് ആൻഡ് ഇറ്റ്സ് എ കൊറിയൻ ബ്രാൻഡ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 months ആയി. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയത് കാരണം ഇതെനിക്ക് നല്ലപോലെ വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള സിറം യൂസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ഫേസിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ 72 hour ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയത് കാരണം 72 hours ഒന്നും ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നില്ലെങ്കിലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു ഹൈഡ്രേഷൻ എൻ്റെ ഫേസിന് എനിക്ക് ഇത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫുള്ളി മേക്കപ്പിൻ്റെ ആളല്ല, ബട്ട് ഐ ലൈക്ക് ടു ഡു സ്കിൻ കെയർ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് വാസലിൻ്റെ ഒരു ലിപ് ബാമാണ്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന മുന്നേ എന്താണെങ്കിലും ഒരു ലിപ് ബാം നമ്മളൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഒന്നും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോലെ തോന്നും. നെക്സ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് സൺസ്ക്രീൻ. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ സൺസ്ക്രീൻ എന്താണെങ്കിലും ഒരു മസ്റ്റ് പ്രൊഡക്റ്റാണ്. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് ടാൻ ആകും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ സൺസ്ക്രീനും അതുപോലെ ടാൻ മാറ്റാനുള്ള ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യലുണ്ട്. നെക്സ്റ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. എൻ്റെ ഒരു തിൻ ഐബ്രോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബ്രഷൊക്കെ ചെയ്തൊന്ന് ചെറിയ രീതിക്കൊന്ന് തിക്കാക്കി കൊടുക്കും. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് എൽഫിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചീക്ക് ടിൻ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു റെഡ് കളറാണ് നമുക്ക് കിട്ടുക. നല്ലൊരു ലിക്വിഡ് ബ്ലഷാണ്. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ബ്ലഷാണ്. എനിക്ക് ഐലൈനർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്ലഷാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വേറൊരു ടൈപ്പ് ഒരു ബ്ലഷാണ്, കമ്പനി നെയിം എനിക്കറിയില്ല. ഒരു ലിക്വിഡ് ബ്ലഷ് ഒരു ടിൻറ്റ് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ചൊരു ടിൻറ്റാണ്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഐലൈനിങ്. ഞാൻ ലാക്മേൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് UK വന്നതിന് ശേഷം ഇവിടുന്ന് എനിക്ക് ഒരു ഐലൈനറും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐലൈനറും പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊണ്ടുവരിച്ച ഒരു സാധനമാണ് ഐലൈനർ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മസ്കാരയാണ്. ഞാൻ ഡെയിലി മസ്കാര യൂസ് ചെയ്യുന്ന ഒരാളല്ല. വല്ലപ്പോഴും എനിക്ക് എൻ്റെ ലാഷസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ മസ്കാര യൂസ് ആക്കലുള്ളൂ. എനിക്ക് ഇതെങ്ങനെ ശരിക്കും യൂസ് ചെയ്യുന്നതും അറിയില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്പ് ലൈനറാണ്. ലിപ്പ് ലൈനിങ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യലുണ്ട്, ലിപ്പൊന്ന് എൻഹാൻസ് ചെയ്യാനും ആ ഒരു ലിപ്പിൻ്റെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് കിട്ടാനും. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ പെട്ടെന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടും, തീർക്കും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ലോറിയലിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു കളർ എനിക്ക് മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈനിങ് ചെയ്തിട്ട് ഇട്ട് നോക്കുമ്പോൾ ആ കളർ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രയൽ പോലെ നോക്കിയതാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു കളറ്, എൻ്റെ ഒരു ഫേവറേറ്റ് കളറിലേക്ക് തന്നെ അത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.